ഒന്നാം ശിവായ. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ബാഹ്യമായ ലോകവും ആന്തരികമായ ലോകവും ഒന്നു തന്നെയാണ്, പാങ്ക്തോ ഉപാസന, അത് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഒക്കെ ധ്യാനത്തിൻ്റെ വിഷയങ്ങളാണ് ഇതൊക്കെ. നമ്മൾ വെറുതെ പുസ്തകം നോക്കി വായിച്ചിട്ട് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മളെപ്പോഴും ഓർമ്മിച്ചുകൊണ്ടിരിക്കണം, അകത്തുള്ളതും പുറത്തുള്ളതും തമ്മിൽ കണ്ടാൽ ഭിന്നതയുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഭിന്നതയില്ല. അപ്പോഴേ ഒന്നാവുള്ളൂ. ബാഹ്യവും ആന്തരികവുമായുള്ള ഭിന്നതകളില്ലാണ്ടാകുമ്പോഴേ ഏകത്വം എന്ന തലത്തിലേക്ക് നമ്മൾ എത്തുന്നുള്ളൂ. ലക്ഷ്യം ഏകത്വ അനുഭവമാണ്, അല്ലെങ്കിൽ ബ്രഹ്മാനുഭവമാണ്, അദ്വൈതാനുഭവമാണ്. ഇതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഭിന്നതകളെ മാറ്റുക. ഭിന്നതകൾ ഉണ്ടാവുന്നത് അജ്ഞാനത്തിൽ നിന്നാണ്. അപ്പോൾ അജ്ഞാനത്തിനെ മാറ്റുക, ഇങ്ങനെ പറയാം. തൈത്തിരീയ ഉപനിഷത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ പറഞ്ഞാൽ, ഓരോ വിധത്തിലുള്ള ഉപാസനകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഉപാസന എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും അതിനെ ധ്യാനിച്ച് നമ്മൾ ആ തലത്തിലേക്ക് ഉയർന്ന് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പലതും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പറ്റിയിട്ടില്ലെങ്കിൽ ഒന്ന്, അങ്ങനെയായാലും. എന്തായാലും ഋഷിമാർ നമ്മളെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ പഠനത്തിനുള്ള തയ്യാറെടുപ്പോടു കൂടി, പഠിക്കണം എന്നുള്ള ആ ഉത്കടമായൊരു ആഗ്രഹത്തോടു കൂടി ഒരു ഗുരുവിനെ സമീപിച്ചു കഴിഞ്ഞാൽ ഗുരുവിൻ്റെ കാരുണ്യം, കൃപ നമ്മളിലേക്ക് എത്തും. നമ്മളതിന് യോഗ്യരാക്കിയെടുക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഗുരുവിൻ്റെ ആശ്രമത്തിൽ വന്നു. ആദ്യം വേദങ്ങളൊക്കെ പഠിക്കാൻ തുടങ്ങി. അതിലെ ബ്രാഹ്മണം, സംഹിതയും ബ്രാഹ്മണവും ഒക്കെ ചെയ്തു. സംഹിത പറഞ്ഞതിൻ്റെ മന്ത്രഭാഗങ്ങളും പിന്നെ കർമ്മഭാഗങ്ങളൊക്കെ പഠിച്ചതിന് ശേഷമാണ് ഉപനിഷത്ത്, ആത്മജ്ഞാനത്തിനുള്ള യോഗ്യത നേടുന്നത്. അപ്പോൾ പഠിച്ചതൊക്കെ വെറുതെ ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇല്ല. പഠിച്ചതൊക്കെ ഈ തലത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടായിരുന്നു, അല്ലേ? പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, വേദാന്തം പഠിക്കാൻ പോകുമ്പോൾ അമ്പലത്തിന് എതിരായിട്ട് വല്ലതും പറയുമോ, പൂജാവിധികൾക്ക് എഗെയിൻസ്റ്റായിട്ട് വല്ലതും പറയും. അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും അത് പഠിക്കാൻ പോകുന്നവർക്കറിയാം ഇവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. പക്ഷെ തുടങ്ങിയത് കുറേയും കൂടി മുന്നോട്ട് എത്താനുണ്ട്. ആ ശ്രമം നടന്നുകൊണ്ടിരിക്കണം. അവിടെ തന്നെ കുടുങ്ങിക്കിടക്കരുത് പറയും. നമ്മളുടെ ഇപ്പോൾ ഇവിടെ ഭാരതത്തിൽ അങ്ങനെ ആധ്യാത്മികമായിട്ടുള്ള സത്സംഗത്തിനോ പ്രവർത്തനത്തിനൊന്നും ഒരു പഞ്ഞവുമില്ല. എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ അധർമ്മമാണ് പെരുകി വരുന്നത്. കാരണം എന്താ? വേണ്ടതുപോലെ കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ്. നമ്മൾ ആചാരങ്ങളിൽ കുടുങ്ങി. പല മതങ്ങളും ആചാരങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന മതങ്ങളാണ്. ഹൈന്ദവ ശാസ്ത്രം മാത്രമേ ഉള്ളൂ ആചാരങ്ങളെ വിട്ട് തത്വത്തിലേക്ക് വരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആ വിധത്തിലുള്ളൊരു മാറ്റം നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവണം. ആ മാറ്റം ഉണ്ടാകുമ്പോൾ ഇതുവരെ മനസ്സിലാക്കി വെച്ചിട്ടുള്ള പല കാര്യങ്ങളെയും നമ്മളൊന്ന് മാറ്റി പ്രതിഷ്ഠിക്കേണ്ടി വരും. ഒന്ന് ഉടച്ചു വാർക്കുക എന്ന് പറയല്ലേ. അപ്പോഴാണ് ആ പഠനം മുന്നോട്ട് പോവുക. ഇത്രയും ആമുഖമായിട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ അനുവാകം, 8ാമത്തെ അനുവാകം നോക്കാം. പ്രണവോപാസന എന്ന് പറയാം. ഓങ്കാരത്തിനെ എങ്ങനെ ഉപാസിക്കണം എന്നുള്ള. അപ്പോൾ ഇവിടെ ഓങ്കാരം എന്താണെന്ന് പറയും ഈ മന്ത്രത്തിൽ. അതിനുശേഷം ഓങ്കാരത്തിൻ്റെ ശ്രേഷ്ഠത എന്താണ് എന്ന് പറയും. എന്തുകൊണ്ട് ഓങ്കാരം എല്ലാം ഉൾക്കൊള്ളുന്നു, ഈ വക കാര്യങ്ങളൊക്കെ വളരെ ആഴത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു അനുവാകമാണ് ഇത്. നമ്മൾ ഈ ക്ലാസ് തുടങ്ങിയ സമയത്ത് ഓം എന്നുള്ളതൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിരുന്നു, ജസ്റ്റ് ഒരു തുടക്കം മാത്രം. അന്ന് ഞാൻ പറഞ്ഞു ഓങ്കാര ഉപാസനയെക്കുറിച്ച് നമ്മൾ കൂടുതൽ ആഴത്തിൽ പഠിക്കാനുണ്ട്, അന്ന് വിശദമായിട്ട് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. പുസ്തകം ഉള്ളവർ നോക്കിക്കോളൂ. പ്രണവോപാസനം, ഇത് 8ാമത്തെ അനുവാകമാണ്. ശിക്ഷാവല്ലിയിലെ 8ാമത്തെ അനുവാകം. ഓമിതി ബ്രഹ്മ ഓമിതീദകം സർവം ഓമിത്യേതദനുകൃതി ഹസ്മവാപ്യോ ശ്രാവയേത്യാശ്രാവയന്തി ഓമിതി സാമാനി ഗായന്തി ഓഗം ശോമിതി ശസ്ത്രാണി ശഗംസന്തി ഓമിത്യദ്വര്യോ പ്രതികരം പ്രതിഗൃണാതി ഓമിതി ബ്രഹ്മാ പ്രസൗതി ഓമിത്യഗ്നിഹോത്രമനുജാനാതി ഓമിതി ബ്രാഹ്മണ പ്രവക്ഷ്യന്നാഹ ബ്രഹ്മോപാപ്നവാനീതി ബ്രഹ്മൈവോപാപ്നോതി. ഇതാണ് അനുവാകം പറഞ്ഞിരിക്കുന്നത്. ഇതിനെ നമുക്ക് 2 ഭാഗമായിട്ട് തിരിക്കാം. ആദ്യം ഓം എന്താണെന്നും പിന്നെ ഓംകാരത്തിൻ്റെ ശ്രേഷ്ഠത എന്താണെന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാം. ആദ്യത്തെ ഭാഗം നോക്കാം.
ഓം ഇതി ബ്രഹ്മ, ഓം ഇതീദകം സർവം എന്ന് പറഞ്ഞു. ഓം ഇതി ബ്രഹ്മ, ഓം ബ്രഹ്മമാകുന്നു, ഈ കാണുന്നതെല്ലാം ഓങ്കാരമാകുന്നു എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതെല്ലാം ബ്രഹ്മമാകുന്നു. ഇതാണ് അതിൻ്റെ അർത്ഥം പറഞ്ഞാൽ. എങ്ങനെയാണ് ഈ കാണുന്നതെല്ലാം ഓങ്കാരമാകുന്നത്? അതിലേക്കാണ് ഇനി വരുന്നത്. ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദൈവത്തിൻ്റെ ചിഹ്നമാണ്, പ്രതീകമാണ് ഓം എന്നുള്ളത്. ഓം എന്ന് പറഞ്ഞാൽ എല്ലാം ഉൾപ്പെട്ടതാണ്. എല്ലാം ഉൾപ്പെട്ടത് മാത്രമല്ല, അതിനപ്പുറമുള്ളതും. പാദോസ്യ വിശ്വഭൂതാനി ത്രിപാദസ്യാമൃതം ദിവി, ഇതാണ് പുരുഷസൂക്തം പറഞ്ഞത്. അപ്പം ഈ കാണുന്ന ഓങ്കാര ചൈതന്യത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് സൃഷ്ടിയായിട്ട് മാറിയത്, ബാക്കിയുള്ളതെല്ലാം സൃഷ്ടിയാവാതെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ സൂചിപ്പിക്കുന്നതാണ് ഓങ്കാരം. ഈ കാണുന്നതെല്ലാം ഓങ്കാരമാകുന്നു, ഓം ആകുന്നു പറഞ്ഞു. ഇതിനെ നമ്മളൊന്ന് തിരിച്ച് ചിന്തിക്കണം. എന്താണോ സൃഷ്ടിയായി മാറിയിട്ടുള്ളത് അത് ഓം ആകുന്നു. ആ വസ്തുവിൻ്റെ പേര്, അല്ലെങ്കിൽ എന്താണോ ആ എന്താ പറയുക, നമ്മൾ ചൈതന്യം എന്നും ആത്മാവ് എന്നൊക്കെ പറയും, അതിന് നമ്മൾ കൊടുത്ത പേരാണ് ഓം എന്ന്. അതിനൊരു കാരണമുണ്ട്, അതെന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ കാണുന്നതെല്ലാം ഓം ആണ് എന്ന് നമുക്ക് നന്നായിട്ട് ദൃഢമായിട്ട് ബോധിക്കണം. എങ്ങനെയാണ് ഈ കാണുന്നതെല്ലാം ഓം ആവുന്നത്? ഇപ്പം സ്വർണത്തിൻ്റെയും ആഭരണത്തിൻ്റെയൊക്കെയാണ് ഉദാഹരണം പറയാം. നമ്മളൊരു ജ്വല്ലറിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് ആഭരണങ്ങൾ, സ്വർണ്ണാഭരണങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം കാണുന്നതൊക്കെ സ്വർണ്ണമാണെങ്കിലും നമ്മൾ കാണുന്ന സമയത്തൊക്കെ ആഭരണമായിട്ടാണ് കാണുന്നത്. അപ്പോൾ എന്താണോ ആഭരണമായിട്ട് മാറിയത് അതാണ് സ്വർണം എന്ന് പറയുന്നത് പോലെ, എന്താണോ സൃഷ്ടിയായിട്ട് മാറിയത് അതാണ് ഓം. അപ്പോൾ ഓം എന്നുള്ളത് ഒരു ശബ്ദമല്ല, ഓം എന്നുള്ളത് ഒരു പ്രതീകമാണ്. സൃഷ്ടിക്ക് ആധാരമായിട്ട്, സർവ്വ ആധാരമായിട്ടിരിക്കുന്നത് ബ്രഹ്മമാണ്. ബ്രഹ്മത്തിനെ സൂചിപ്പിക്കുന്ന പ്രതീകമാണ് ഓം എന്നുള്ളത്. എങ്ങനെയാണ് ഈ കാണുന്നതെല്ലാം ഓം ആവുന്നത്? അതാണ് അടുത്ത ചോദ്യം. ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, നമ്മുടെ ജീവിതത്തിനെ പൂർണ്ണമായിട്ട് നമ്മളൊന്ന് പഠിക്കാനുണ്ട് എന്നുള്ളതാണ്. ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ജനിച്ച അന്ന് മുതൽ മരിക്കുന്നത് വരെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു. ഓരോ അനുഭവമാണ്. അനുഭവങ്ങളുടെ ഒരു മെഗാ സീരിയൽ, ഒരു ശൃംഖല, നോൺ സ്റ്റോപ്പായിട്ട് പോകുന്നു. അപ്പോൾ ഈ അനുഭവങ്ങളെല്ലാം കൂടി നമ്മളൊന്ന് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ 3 കാര്യങ്ങളാണ് അതിലുണ്ടാവുക. ഒന്ന്, നമ്മൾ ഉണർന്നിരിക്കുമ്പോഴുള്ള അനുഭവങ്ങൾ. പിന്നെ ഒന്ന്, സ്വപ്നം കാണുമ്പോഴുള്ള അനുഭവങ്ങൾ. പിന്നെ ഒന്ന്, നല്ല ഉറക്കത്തിലുള്ള അനുഭവങ്ങൾ, സുഷുപ്തി, ഗാഢ സുഷുപ്തി, ഡീപ്പ് സ്ലീപ്പ്. അപ്പം ഉണർന്നിരിക്കുന്ന സമയത്തുള്ള അനുഭവങ്ങളെ നമ്മൾ ജാഗ്രത് അവസ്ഥ എന്ന് പറയും. ഉണർന്നിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഉണർന്നിരിക്കുന്ന സമയത്ത് എന്താണ് അനുഭവം ഉണ്ടാവുന്നത്? ആദ്യത്തെ അനുഭവം ഈ ദേഹം ഉണ്ട്, ഈ ശരീരം ഉണ്ട് എന്നുള്ളതാണ് ആദ്യത്തെ അനുഭവം. നമ്മൾ രാവിലെ ഉറക്കമുണർന്നാൽ ആദ്യം ഞാനുണ്ട്. അതോടൊപ്പം തന്നെ ഈ ശരീരത്തിന് അത് ഇടപെടാനുള്ളൊരു ലോകവും ഉണ്ട്. അപ്പോൾ ഈ ദേഹമുണ്ട്, ദേഹത്തിന് വ്യവഹരിക്കാനുള്ള അനുഭവ മണ്ഡലങ്ങളുമുണ്ട്. ഇതിനെ നമ്മൾ ജാഗ്രത് അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ആത്മാവ്, നമ്മൾ ഇതിന് മുമ്പത്തെ അനുവാദത്തിൽ ജീവൻ എന്ന് നമ്മൾ പറയുന്ന ആത്മാവിനെ ഈ ദേഹവുമായിട്ട് താതാത്മ്യം ഉണ്ടാവുകയും ഈ ദേഹം ഉൾപ്പെട്ട ലോകവുമായിട്ട് വ്യവഹാരം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന സമയത്തിനാണ് നമ്മൾ ജാഗ്രത് അവസ്ഥ എന്ന് പറയാം. അപ്പോൾ ജീവൻ്റെ ഒരവസ്ഥയാണ് ജാഗ്രത അവസ്ഥ. ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ, ഇന്നത്തെ സയൻസ് അവർ ജീവിതത്തിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ജാഗ്രത് അവസ്ഥയിലുള്ള ലോകത്തിനെ കുറിച്ചേ പഠിച്ചിട്ടുള്ളൂ. അതിലുള്ള വസ്തുക്കൾ, അതിലുള്ള അനുഭവങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇപ്പോഴത്തെ സയൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വപ്നാവസ്ഥയെക്കുറിച്ച് കുറച്ചൊക്കെ മനഃശാസ്ത്രജ്ഞന്മാർ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അവരെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു ചോദ്യം, മനസ്സ് എന്താണ് എന്ന് പറയാൻ ഇന്ന് വരെ ആർക്കും ആയിട്ടില്ല എന്നുള്ളതാണ്. മനഃശാസ്ത്രജ്ഞന്മാരൊക്കെ ഉണ്ട്, ഒരുപാട് കൗൺസിലിംഗ് ഉണ്ട്, സൈക്യാട്രി എല്ലാം ഉണ്ട്. പക്ഷെ ഇവരോടൊക്കെ ചോദിക്കാം, വാട്ട് ഈസ് മൈൻഡ്, മനസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചാൽ
ഒന്നുമില്ല. ഇപ്പോൾ ഈയിടെ ഞങ്ങളുടെ ഒരു വർക്ക്ഷോപ്പിലും ഈ ഒരു സംഭവം ഉണ്ടായി. ഒരു സൈക്കാട്രിസ്റ്റിനെ കൊണ്ടുവന്നു, ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് വന്നു. അപ്പം മനസ്സ് എവിടെ ഇരിക്കുന്നു, മനസ്സെന്താണ്, ഈ ചോദ്യത്തിനൊന്നും കൃത്യമായ ഉത്തരം തരാൻ അവർക്ക് പറ്റിയിട്ടില്ല. വളരെ എക്സ്പെർട്ടായിട്ടുള്ള ആളാണ് വന്നത്. മനസ്സ് എവിടെ ഇരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഓംനി പ്രസൻറ്റ്, എല്ലായിടത്തും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട് മനസ്സ്, അതിന് പ്രത്യേക ഒരു സ്ഥാനമില്ല. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. അപ്പം തിരിച്ച് ചോദിക്കുന്നത്, എല്ലായിടത്തും ഉള്ളത് ഓംനി പ്രസൻറ്റ് ആണെങ്കിൽ അല്ലേ, സർവ്വവ്യാപി ആണെങ്കിൽ അത് ദൈവമാവണ്ടേ? സർവ്വവ്യാപിത്വമാണല്ലോ ദൈവത്തിൻ്റെ ലക്ഷണം. അപ്പം മനസ്സ് ദൈവമാണോ എന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമില്ല. ഇനി അഥവാ ദൈവമാണ്, ഒരു വാദത്തിന് വേണ്ടി നമ്മൾ മനസ്സ് തന്നെയാണ് ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മനസ്സിന് ചഞ്ചലത ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ചില സമയത്ത് നമ്മൾ മനസ്സ് വളരെ ഉഷാറാണ്, ചില സമയത്ത് വളരെ വീക്കാണ്, ചില സമയത്ത് അക്രമവാസനകൾ വരുന്നു, ചില സമയത്ത് നമ്മൾ ശാന്തമാണ്. ദൈവം അങ്ങനെയല്ലല്ലോ. അവികാരി എന്ന് പറയും. വികാരങ്ങൾ, മാറ്റങ്ങളില്ലാത്തതാണ് ദൈവം. പക്ഷെ മനസ്സിന് മാറ്റമുണ്ട്. അപ്പോൾ ഇങ്ങനെ തിരിച്ച് ചോദിക്കുമ്പം അവിടെ ഉത്തരമില്ല. അപ്പോൾ അവരൊക്കെ പഠിപ്പിക്കാൻ വരുന്നുണ്ടെങ്കിൽ, ഇന്നിപ്പോൾ പല ആശുപത്രികളിലൊക്കെ ഉണ്ട് ഇത്, ഇല്ല സ്കൂളിലൊക്കെ കൗൺസിലിംഗ് കാര്യമൊക്കെ ഒക്കെ ഉണ്ട്. പക്ഷെ മനസ്സെന്താണ് എന്ന് പറയണമെങ്കിൽ, അറിയണമെങ്കിൽ ഉപനിഷത്തുക്കൾ പഠിക്കണം. എന്നാൽ മാത്രമേ മനസ്സിനെക്കുറിച്ച് അറിയാൻ പറ്റുള്ളൂ. മനസ്സിൻ്റെ സ്വഭാവങ്ങളെക്കുറിച്ച് മനഃശാസ്ത്രമൊക്കെ പറയും, മനസ്സെന്താണെന്ന് പറയില്ല. മനസ്സിൻ്റെ ഇരിപ്പ് ഇല്ലേ, അതിൻ്റെ സ്ഥാനം എവിടെയാണ്, ശരീരത്തിൽ എവിടെയാണ് മനസ്സിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവില്ല. ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായിട്ട് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇപ്പോഴും ഈ സയൻസൊക്കെ വെച്ചിട്ട് പലരും ഹൈന്ദവ ശാസ്ത്രങ്ങളെ പുരാണമെന്നും അന്ധവിശ്വാസമെന്നും പഴഞ്ചനെന്നും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോൾ അവരാലോചിക്കാനുള്ളത്, ആ ശാസ്ത്രവുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഇന്ന് സയൻസ് എത്തി നിൽക്കുന്ന തലം വളരെ താഴെയാണ്, ശൈശവദശ. കാരണം ജീവിത അനുഭവങ്ങളുടെ 1/3 മാത്രം, ജാഗ്രത അവസ്ഥയെക്കുറിച്ച് മാത്രമേ ഇപ്പോഴും പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ളൂ. സ്വപ്നാവസ്ഥയെക്കുറിച്ചോ സുഷുപ്തി അവസ്ഥയെക്കുറിച്ചോ ആ സമയത്തുള്ള അനുഭവങ്ങളെക്കുറിച്ചോ വ്യക്തമായിട്ടൊരു മറുപടി തരാൻ ഇന്ന് വരെ സയൻസിന് സാധിച്ചിട്ടില്ല. സാധിക്കില്ല എന്ന് പറയാൻ പറ്റില്ല, എന്നെങ്കിലും സാധിക്കുമായിരിക്കും. അതിൻ്റെ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ സയൻസ് എന്ന് ഇന്ന് നമ്മൾ പറയുന്ന ശാസ്ത്ര ശാഖ ഇതിൻ്റെ എല്ലാം ഉത്തരം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അന്ന് വേദാന്തമായിട്ട് കൈകോർക്കും, അന്ന് ഇതൊന്നാവും. കാരണം ഒരു യാത്ര അങ്ങോട്ടാണ്. അതുകൊണ്ട് അപ്പം നമ്മളെ ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇനി സയൻസ് എത്തിച്ചേരാനുള്ളൊരു തലത്തിന് ഇപ്പോഴേ ഇരുന്ന് പഠിക്കുന്നവരാണ്. അതൊരു അനുഗ്രഹമാണ് ശരിക്കും നോക്കിയാൽ. ഇപ്പോൾ ഋഷിമാർ ഇല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ആചാര്യന്മാർ ഇനി സയൻസ് എത്തിച്ചേരാനുള്ള തലങ്ങളെക്കുറിച്ചാണ് നമുക്ക് പറഞ്ഞു തന്നത്. പലപ്പോഴും എല്ലാവരും ചോദിക്കും, സയൻസ് ശാസ്ത്രീയമായ തെളിവുണ്ടോ എന്നൊക്കെ ചോദിക്കുക. ശാസ്ത്രീയമായ തെളിവിന് ആദ്യം സയൻസ് തലത്തിൽ എത്തണ്ടേ, തെളിവ് കിട്ടണമെങ്കിൽ അല്ലേ? ഒരു സാധനം ഉണ്ട് എന്ന് പറയണമെങ്കിൽ സയൻസിന് ഇന്ന് അതിൻ്റെ ഡയമെൻഷൻ പറയണം. ഇത്ര മീറ്റർ നീളം, ഇത്ര മീറ്റർ വീതി, ഇല്ലെങ്കിൽ ഇത്ര കിലോ കനം, ഇല്ലെങ്കിൽ ഇത്ര ചാർജ്, എന്തെങ്കിലുമൊക്കെ വേണം, ഒരു യൂണിറ്റ് വേണം പറയണമെങ്കിൽ. അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. ഈവൻ ടൈം എന്നുള്ളത് പോലും, സമയം എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ വാച്ച് നോക്കി മണിക്കൂർ, മിനിറ്റ്, സെക്കൻഡ് എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി ഓരോരുത്തർക്കും കാലം എന്ന അനുഭവം വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ നമ്മൾ ക്ലാസ് നടക്കുന്നു, 1 മണിക്കൂറാണ് ക്ലാസ്. പലർക്കും ഈ ക്ലാസ് 1 മണിക്കൂർ, ഇത് എപ്പോഴാന്ന് കഴിഞ്ഞ് കിട്ടുക, കുറേ നേരമായല്ലോ തുടങ്ങിയിട്ട് എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. ചിലർ 1 മണിക്കൂർ പോയത് അറിഞ്ഞതേ ഇല്ല എന്ന് പറയുന്നവരും ഉണ്ടാവും. ഈ 2 കൂട്ടർക്കും കിട്ടിയത് 1 മണിക്കൂറാണ് വാച്ച് പ്രകാരം. പക്ഷെ അവർക്ക് ആ കാലം എന്ന അനുഭവം ഉണ്ടായത് വ്യത്യാസമുണ്ട്. നമുക്ക് വളരെ പ്രിയപ്പെട്ടവരുടെ അടുത്ത് നമ്മൾ പോയിരിക്കുമ്പോൾ സമയം പെട്ടെന്ന് പോകും, നമ്മൾ അറിയില്ല. നമുക്ക് തീരെ ഇഷ്ടമില്ലാത്തവരുടെ അടുത്താണ് ഇരിക്കുന്നതെങ്കിലോ എപ്പോഴാന്ന് കഴിഞ്ഞ് കിട്ടുക. ഈ പണ്ടത്തെ കുട്ടികളുണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഇംഗ്ലീഷിൽ മാത്സിൻ്റെ ഒക്കെ സബ്ജക്റ്റ് ക്ലാസ്സിൽ ഇരിക്കുമ്പോഴേ ഈ കണക്കിൻ്റെ ക്ലാസ് എപ്പോഴാന്ന് കഴിഞ്ഞ് കിട്ടുക എന്ന് വിചാരിക്കുന്നവരുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ കാലം എന്ന അനുഭവം വ്യക്തിയെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഓരോ വ്യക്തിക്കും ആ അനുഭവം വ്യത്യാസമുണ്ട്. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതിന് വ്യക്തമായ ഉത്തരവൊന്നും ശാസ്ത്രീയമായ തെളിവോടുകൂടി വന്നിട്ടില്ല. പക്ഷെ അതുണ്ട് എന്നുള്ളത് എല്ലാവരും അനുഭവമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് സയൻസ് ഇനി പുരോഗമിക്കാനുണ്ട് എന്ന് പറഞ്ഞത്. സയൻസിനെ മോശമാക്കി പറഞ്ഞതല്ല, ശാസ്ത്രീയമായിട്ടുള്ള ചിന്തകൾ വേണം, യുക്തി ചിന്തകൾ വേണം, സത്യാന്വേഷണം വേണം, ശരിയായ ദിശയിലുള്ള അന്വേഷണം വേണം. ഒരു മതത്തിനെയോ ഒരു സംസ്കാരത്തിനെയോ അടിച്ചമർത്താൻ വേണ്ടിയിട്ടായിരിക്കരുത്
സയൻസിനെ ഉപയോഗിക്കുന്നത്. ഇത്രയാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഓക്കെ, സയൻസ് എന്ന് അവസാനിക്കും, അന്വേഷണം എന്ന് അവസാനിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതുവരെ സയൻസിന് പുരോഗമിച്ചേ പറ്റൂ ആ തലത്തിലേക്ക്. ഇതൊക്കെ ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞെന്നുള്ളൂ. ജാഗ്രത് അവസ്ഥ എന്നൊരു അവസ്ഥ നമ്മൾക്കെല്ലാം ഉണ്ട്. നമ്മൾ ഉണർന്നിരിക്കുന്ന സമയം, ഇതാണ് ജാഗ്രത അവസ്ഥ. ഈ സമയത്ത് നമുക്ക് ഈ ശരീരത്തിനോടാണ് താതാത്മ്യം, ഈ ശരീരം വ്യവഹരിക്കുന്ന ലോകവുമായിട്ടാണ് താതാത്മ്യം. അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ ശരീരവുമായിട്ടുള്ള താതാത്മ്യം വിട്ടു. പിന്നെയുള്ളത് മനസ്സും ബുദ്ധിയും ഒക്കെയുള്ളൊരു ലോകമാണ്. അതിന് നമ്മൾ സൂക്ഷ്മ ലോകം എന്നാ പറയാം. അപ്പോൾ സൂക്ഷ്മ ലോകത്ത് ജീവൻ വ്യവഹരിക്കുമ്പോൾ സൂക്ഷ്മ ശരീരവുമായിട്ടാണ് താതാത്മ്യം, സ്വപ്ന ശരീരം. അപ്പോൾ സ്വപ്നത്തിലൊരു ശരീരമുണ്ട്, സ്വപ്നത്തിലൊരു ലോകമുണ്ട്. സ്വപ്ന ലോകവും സ്വപ്ന ശരീരവും, ആ സ്വപ്ന ശരീരവുമായിട്ടാണ് ഐഡൻറ്റിഫിക്കേഷൻ ഉള്ളത്, നമ്മൾ താതാത്മ്യം ഉള്ളത്. സ്വപ്നാഭിമാനി എന്ന് പറയും. ആദ്യത്തെ ആളെ നമ്മൾ ജാഗ്രത് അഭിമാനി എന്നാ പറയാം. ജാഗ്രത അവസ്ഥയായിട്ട് ചേർന്നിരിക്കുന്ന ആൾ, സ്വപ്നാവസ്ഥയായിട്ട് ചേർന്നിരിക്കുന്ന ആളെ സ്വപ്നാഭിമാനി എന്ന് പറയും. സ്വപ്നാഭിമാനിക്കുള്ളൊരു പ്രശ്നം എന്താണ്? സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പം എല്ലാവരും ഒന്ന് ആ മൈക്ക് മ്യൂട്ട് ചെയ്ത് വെക്കണേ. സ്വപ്നാവസ്ഥയുടെ നമ്മളിപ്പോൾ സ്വപ്നാവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത്, സ്വപ്ന അഭിമാനിയായിരിക്കുന്ന സമയത്ത് നമ്മൾ ജാഗ്രത് അഭിമാനി ആയിരുന്നു എന്ന് നമുക്ക് ബോധമില്ല. ജാഗ്രത അഭിമാനിയായിരിക്കുന്ന സമയത്ത് നമ്മൾ സ്വപ്നാഭിമാനിയെ ഗവനിക്കാറുമില്ല. നമുക്കത് സ്വപ്നാഭിമാനി, ഡ്രീം അങ്ങനെ പറയാം, ഡ്രീം സ്റ്റേറ്റ്. ആരാ മൈക്കൊന്ന് ബന്ധാക്കി വെക്കൂ. അപ്പം സ്വപ്ന അഭിമാനി, ജാഗ്രത അഭിമാനി, രണ്ട് അഭിമാനികളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. മൂന്നാമതൊരു സ്റ്റേജ്, ഒരു അനുഭവവും ഇല്ല എന്നൊരു സ്റ്റേജ്. അതും നമുക്കൊരു അനുഭവം ഉണ്ട്. അങ്ങനെ ഒന്നും അറിഞ്ഞില്ല, നല്ല ഉറക്കം, ഡീപ്പ് സ്ലീപ്പ്, സുഷുപ്തി എന്നാ പറയും. സുഷുപ്തി അഭിമാനി എന്നാ പറയും. അപ്പം ആ സമയത്തും നമുക്കൊരു ശരീരമുണ്ട്, അതിന് കാരണശരീരം എന്ന് പറയാം. കാരണശരീരമായിട്ട് താതാത്മ്യമുണ്ട്. ഒരനുഭവവും ഇല്ല എന്നൊരനുഭവവും അപ്പോഴുണ്ട്. അപ്പോൾ മൂന്ന് അഭിമാനികളെ നമ്മൾ കണ്ടു: ജാഗ്രത അഭിമാനി, സ്വപ്ന അഭിമാനി, സുഷുപ്തി അഭിമാനി. അപ്പോൾ ജാഗ്രത അഭിമാനിക്ക് പറയുന്ന പേരാണ് വിശ്വൻ, മലയാളത്തിൽ വിശ്വൻ എന്ന് പറയും. സ്വപ്ന അഭിമാനിക്ക് പറയുന്ന പേരാണ് തൈജസൻ. സുഷുപ്തി അഭിമാനിക്ക് പറയുന്ന പേരാണ് പ്രാജ്ഞൻ. ഈ പേരുകളൊക്കെ നമ്മൾ ലളിതാ സഹസ്രനാമത്തിലൊക്കെ കാണും. ഈ മന്ത്രം ലളിതാ സഹസ്രനാമത്തിൽ ജാഗ്രത സ്വപ്ന സുഷുപ്തീനാം സാക്ഷിഭൂത്യൈ നമോ നമ ദേവിയുടെ മന്ത്രമാണ് അത്. അപ്പം നമ്മൾ ഈ മൂന്ന് അവസ്ഥയിൽ കയറി ഇറങ്ങിക്കൊണ്ടാണ് നമ്മുടെ ജീവിതം പോകുന്നത്. ഒന്നുകിൽ നമ്മൾ വിശ്വനായിരിക്കും, അല്ലെങ്കിൽ തൈജസനായിരിക്കും, ഇല്ലേ പ്രാജ്ഞനായിരിക്കും. ഇപ്പോൾ തന്നെ ഈ ക്ലാസ് നടക്കുന്നുണ്ട്, പലരും മൈക്ക് ഓൺ ചെയ്ത് ഇതെന്താ പറയുക, ഇയർഫോൺ വെച്ച് കേൾക്കുന്നുണ്ട്. ഇതിൻ്റെ മുന്നിൽ വന്നിരിക്കുമ്പോൾ വിശ്വനാണ്. ക്ലാസ് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്കും അവർ ചിലപ്പോൾ തൈജസനായി ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഉറക്കത്തിലേക്ക് പോയിട്ടുണ്ടാവും, സ്വപ്നത്തിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ട് തൈജസൻ അല്ലേ. അങ്ങനെ പിന്നെ ചിലരാണെങ്കിലോ രാവിലെ ആകുമ്പോഴത്തെ എടുക്കുള്ളൂ, അറിഞ്ഞതേ ഇല്ലേ ക്ലാസ് കഴിഞ്ഞു, പ്രാജ്ഞാവസ്ഥയിൽ. അപ്പോൾ വിശ്വനും തൈജസനും പ്രാജ്ഞനുമായിട്ടാണ് നമ്മളുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് മൂന്ന് അവസ്ഥകളുണ്ട്. ഈ ശരീരത്തിൻ്റെ പേരല്ലാതെ നമ്മുടെ ജീവന് മൂന്ന് പേരുകളും ഉണ്ട്. ഇതിന് നമ്മൾ വ്യഷ്ടി എന്നാ പറയുക. വ്യഷ്ടി പറഞ്ഞാൽ വ്യക്തി, സിംഗിൾ യൂണിറ്റിന് ഉള്ള പേരുകളാണ് ഇത്. ഇതിനെ സമഷ്ടി തലത്തിൽ പറയുമ്പോൾ, സമഷ്ടി എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി ചേർന്ന് നിൽക്കുന്ന അവസ്ഥ, ഒന്നായിട്ടിരിക്കുന്ന അവസ്ഥ, സമഷ്ടി. അപ്പോഴും ഈ മൂന്നവസ്ഥയുണ്ട്. സമഷ്ടിയിലെ ജാഗ്രത അഭിമാനി, സമഷ്ടിയിലെ സ്വപ്നാഭിമാനി, സമഷ്ടിയിലെ സുഷുപ്തി അഭിമാനി, ഇങ്ങനെ സമഷ്ടി അഭിമാനികളും ഉണ്ട്. ഇതൊക്കെ നമ്മൾ വേദാന്തത്തിൻ്റെ ഓരോ പേരുകളാണ്, ഒരു ടെക്നിക്കൽ പേരുകൾ. ഓക്കെ. അപ്പോൾ ഇതിൽ ഈ മൂന്ന് അവസ്ഥയും നോക്കുമ്പോൾ നമ്മളൊരു നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തുന്ന ചിന്തിച്ചു കഴിഞ്ഞാൽ, ഒരു വ്യക്തിയുടെ അനുഭവം അല്ലെങ്കിൽ ഒരു അഹങ്കാരം, ആ അഹങ്കാരത്തിൻ്റെ അനുഭവം, ഒരു ഈഗോയുടെ അനുഭവം ആ വ്യക്തിക്ക് മാത്രമേ ഓർമ്മിക്കാൻ പറ്റുള്ളൂ. വേറൊരാൾക്ക് ആ അനുഭവം ഓർമ്മിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ എൻ്റെ ജാഗ്രത അവസ്ഥയിൽ എൻ്റെ കൈ മുറിഞ്ഞു എന്ന് വിചാരിക്കാം. എനിക്ക് വേദനയുണ്ടായി. അപ്പോൾ ഈ വേദന എനിക്ക് കുറേ കാലം ഓർമ്മയുണ്ടാവും.
വേറൊരാൾക്ക് ഈ വേദന ഓർമ്മയുണ്ടാവില്ല. അവർക്ക് എന്താ ഓർമ്മയുണ്ടാവും? എനിക്ക് നല്ല കൈ മുറിഞ്ഞു, നല്ല വേദനയുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടാവും, ഈ അനുഭവം ഓർമ്മയുണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ ഓരോ അഹങ്കാരവും അനുഭവിക്കുന്നത് ആ അഹങ്കാരത്തിന് മാത്രമേ അറിയാവുള്ളൂ, മറ്റൊരാൾക്ക് അറിയാൻ പറ്റില്ല. ഇവിടെ നമ്മൾ തന്നെ 3 ആൾക്കാരായിട്ട് മാറുന്നത് നമ്മൾ കണ്ടു. നമ്മൾ ഓരോരുത്തരും 3 വ്യക്തികളായിട്ട് മാറുന്നത് കണ്ടു. ജാഗ്രത അഭിമാനി, സ്വപ്നാഭിമാനി, സുഷുപ്തി അഭിമാനി. ജാഗ്രത അവസ്ഥയിലുള്ള പല കാര്യങ്ങളും നമുക്ക് ഓർമ്മയില്ല. സ്വപ്നം കാണുമ്പോഴേക്കും ജാഗ്രത അവസ്ഥ വിട്ടു. സ്വപ്നാഭിമാനിക്ക് ജാഗ്രത അഭിമാനിയെക്കുറിച്ച് യാതൊരു ബോധരേഷനുമില്ല. അതുപോലെ തന്നെ തിരിച്ചും സ്വപ്നാഭിമാനിക്ക് നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ജാഗ്രത ലോകത്തിനെക്കുറിച്ചും ഒന്നും അറിയില്ല. ആ സമയത്ത് ആ അഭിമാനി മാത്രമേ ഉള്ളൂ. സുഷുപ്തി അഭിമാനിയാകുമ്പോൾ ഇത് രണ്ടുമില്ല. എന്ന് പറഞ്ഞാൽ 3 ആൾക്കാർ മാറി വന്നു. ഓരോരുത്തരും അവനവൻ്റെ ലോകത്തിരിക്കുമ്പോൾ മറ്റു 2 ലോകങ്ങളെക്കുറിച്ചും അറിയില്ല. പക്ഷേ നമ്മൾ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഈ 3 കാര്യങ്ങളിൽ നമ്മൾ ഓർമ്മിക്കുന്നുണ്ട്. ഉണർന്നിരിക്കുമ്പോഴുള്ള കാര്യങ്ങൾ ഓർമ്മയുണ്ട്, സ്വപ്നം കണ്ടതായിട്ട് നമ്മൾ ഓർമ്മിക്കുന്നുണ്ട്, ഒന്നും അറിഞ്ഞില്ല എന്ന് നമുക്ക് ഓർമ്മയുണ്ട്. ഇതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ അനുഭവങ്ങൾ. അപ്പം അങ്ങനെയാവുമ്പോൾ ഈ 3 അനുഭവങ്ങളെയും അനുഭവിച്ചത് എന്തോ ഒന്ന് നമ്മുടെ ഉള്ളിലുണ്ട്. ആ ചൈതന്യത്തിന് ജാഗ്രത അഭിമാനിയുടെ അനുഭവങ്ങളും അറിയാം, സ്വപ്ന അഭിമാനിയുടെ അനുഭവങ്ങളും അറിയാം, സുഷുപ്തി അഭിമാനിയുടെ അനുഭവങ്ങളും അറിയാം. 3 അവസ്ഥകൾക്കും സാക്ഷിയായിട്ട്, അവസ്ഥാത്രയങ്ങൾക്ക് സാക്ഷിയായിട്ട് ഒരു ചൈതന്യം നമ്മുടെ ഉള്ളിലുണ്ട്. അത് നമ്മൾ ആത്മാവ് എന്ന് പറയുന്നു. 4 അപ്പം ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി. 4ാമത്തെ അവസ്ഥ എന്ന് പറയും തുരീയം. അതാണ് ആത്മാവിൻ്റെ തലം, തുരീയം. അപ്പോൾ തുരീയത്തിൽ നിന്നാണ്, ആത്മാവിൽ നിന്നാണ് ഈ സൃഷ്ടി മുഴുവൻ ഉണ്ടായത്. എന്ന് പറഞ്ഞാൽ തുരീയത്തിൽ നിന്നാണ് ജാഗ്രതവും സ്വപ്നവും സുഷുപ്തിയും ഉണ്ടാവുന്നത്. ജാഗ്രതവും സ്വപ്നവും സുഷുപ്തിയുമാണ് ജീവിതം എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ജീവിതം ഉണ്ടാവുന്നത് തുരീയത്തിൽ നിന്നാണ്, ആത്മാവിൽ നിന്നാണ്. ആത്മാവിൽ നിന്ന് ആത്മാവല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല. ആത്മാവിൽ നിന്ന് അന്യമായിട്ട് വേറെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ജാഗ്രത അവസ്ഥയിലും സ്വപ്നാവസ്ഥയിലും സുഷുപ്തി അവസ്ഥയിലും എന്തെല്ലാം അനുഭവങ്ങളുണ്ടോ അതൊക്കെ ആത്മാവ് തന്നെ ആയിരിക്കണം. ആത്മാവിൽ നിന്ന് അന്യമായിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മളുടെ അജ്ഞാനം കാരണം നമ്മൾ ആത്മാവിനെ അറിയില്ല. അത്ര സൂക്ഷ്മമായത് കാരണം അറിയുന്നില്ല. നമ്മളുടെ ഇന്ദ്രിയങ്ങളൊക്കെ പുറത്തേക്കാണ്. അപ്പോൾ നമ്മൾ ഈ വിഷയങ്ങളിലും ഈ എന്താ പറയുക നാമരൂപ ദേശ വസ്തുക്കളിലൊക്കെ ഭ്രമിച്ച് ആത്മാവിനെ മറന്നുപോയി വിഷയങ്ങളിൽ ഭ്രമിച്ചു കഴിയുന്നു. അതാണ് നമ്മുടെ ജീവിതം. ഇതിൽ ഏത് കാലത്തെ ഏത് വിഷയം എടുത്തു നോക്കിയാലും അതൊക്കെ ആത്മാവിൽ നിന്നുണ്ടായതാണ്. ആത്മാവിനെ ഇവിടെ ഓം ആണെന്ന് പറഞ്ഞു. ഓം ഇതി ബ്രഹ്മ എന്ന് പറഞ്ഞു, ബ്രഹ്മമാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രഹ്മത്തിൽ നിന്ന് എന്തൊക്കെ ഉണ്ടായോ അതൊക്കെ ബ്രഹ്മം തന്നെയാവണം. ഓം ഇതി ഇതകം സർവം, ഈ കാണുന്നതെല്ലാം ബ്രഹ്മമാണ്, ബ്രഹ്മത്തിൽ നിന്ന് അന്യമായിട്ട് വേറെ ഒന്നുമില്ല എന്ന് പറയാൻ കാരണം അതാണ്. നമ്മുടെ ഏതവസ്ഥ, ഏത് വസ്തു, എന്തെടുത്ത് നോക്കിയാലും ഇതാണ് സ്ഥിതി. ഈ സൃഷ്ടിക്ക് ആധാരമായിട്ട് എന്തൊന്നാണോ ഉള്ളത് അത് ബ്രഹ്മം. അതിൽ സൃഷ്ടി ഉണ്ടാവുന്നു, സൃഷ്ടി നിലനിൽക്കുന്നു, സൃഷ്ടി അതിലേക്ക് ലയിക്കുന്നു. ഉണ്ടായി നിലനിന്ന് ലയിക്കുന്നു. ഉണ്ടായി നിലനിന്ന് ലയിക്കുന്ന സമയത്തിനാണ് നമ്മൾ ഈ ജാഗ്രത സ്വപ്ന സുഷുപ്തി എന്നൊക്കെ പറയുന്നത്. ഇത് വന്നും പോയി മാറിക്കൊണ്ടിരിക്കും. മാറ്റമില്ലാത്ത തലം ആത്മാവിൻ്റെ തലം, അതിന് മാറ്റമേ ഇല്ല. അവസ്ഥാത്രയങ്ങളിലൊക്കെ അത് സ്ഥിരമാണ്. അപ്പോൾ 3 അവസ്ഥകളിലും മാറാത്ത ആത്മാവ്, 3 അവസ്ഥകളിലും മാറാത്തതിന് നമ്മൾ സത്യം എന്നാ പറയാം. ഇനി മുന്നോട്ട് നമ്മൾ പഠിക്കാൻ ഒരു മന്ത്രം സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്ന് പഠിക്കാനുണ്ട്. ഇപ്പോൾ സത്യം സത്ത് ആണ്, മാറ്റമില്ലാത്തത്. അപ്പോൾ അസത്യം എന്തായിരിക്കും? മാറിക്കൊണ്ടിരിക്കുന്നത്. ജീവിതം മാറിക്കൊണ്ടിരിക്കുന്നതാണ്, ദേഹം മാറിക്കൊണ്ടിരിക്കുന്നതാണ്, അനുഭവം മാറിക്കൊണ്ടിരിക്കുന്നതാണ്. മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നും സത്യമല്ല, അസത്യമാണ്. അപ്പം നമ്മൾ മന്ത്രം ശാന്തി മന്ത്രം ചൊല്ലുമ്പോൾ അസതോമ സദ്ഗമയ, അസത്തിൽ നിന്നും സത്തിലേക്ക് നയിക്കൂ എന്ന് പറയും. എന്താണ്? മാറിക്കൊണ്ടിരിക്കുന്ന ഈ പ്രകൃതിയിൽ നിന്ന്
മാറ്റമില്ലാത്ത ആത്മാവിലേക്ക് നയിക്കൂ. മാറ്റമുള്ളത്, മാറിക്കൊണ്ടിരിക്കുന്ന എപ്പോഴും ദ്വന്ദ്വാനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ സുഖം, ദുഃഖം, ലാഭം, നഷ്ടം, ജയം, പരാജയം, ആശ, നിരാശ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതൊന്നും സ്ഥിരമല്ല, മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതൊക്കെ നമുക്ക് അനുഭവങ്ങൾ തന്നുകൊണ്ടിരിക്കും. ഈ അനുഭവങ്ങൾക്കൊക്കെ സാക്ഷിയായിട്ട് ഉള്ളിൽ ആത്മാവിരിക്കണം. അപ്പോൾ സാക്ഷിക്ക് മാറ്റമില്ല. അപ്പോൾ നമ്മൾ അസതോമ സദ്ഗമയ എന്ന് പറയുമ്പോൾ ഈ മാറിക്കൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ ഈ അനുഭവത്തിൽ നിന്ന്, സംസാര അനുഭവത്തിൽ നിന്നും അതിനൊക്കെ ആധാരമായിരിക്കുന്ന ആത്മാവിലേക്ക്, അതിലേക്ക് ഞാൻ മാറട്ടെ, ഇതാണ് പ്രാർത്ഥന. അപ്പോൾ ഈ 3 അനുഭവങ്ങളും ഇതിനൊക്കെ സാക്ഷിയായിരിക്കുന്ന ആത്മാവ്, ഇതാണ് ഓം പറയുന്നത്. ഇതിലപ്പുറം ഒന്നും ഇല്ല. അതുകൊണ്ട് ഓം ആണ് എല്ലാം എന്ന് പറയും. ഏതൊരു വസ്തു എടുത്തു കഴിഞ്ഞാലും പേര്, നാമം, രൂപം, ദേശം, വസ്തു, കാലം, ഇതിനകത്തൊക്കെ എന്തൊക്കെയുണ്ടോ അതൊക്കെ മാറിക്കൊണ്ടിരിക്കാനുള്ളതാണ്. അതിനൊക്കെ നമ്മൾ പ്രകൃതി എന്ന് പറയാം. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ പ്രകൃതിയോട് ചേർന്നിരിക്കുന്ന ആത്മാംശത്തിന് നമ്മൾ ജീവൻ എന്ന് പറയും. അപ്പോൾ അതിന് ഈ പ്രകൃതി മാറുമ്പം ജീവനും അതിനനുസരിച്ച് മാറ്റം വരുന്നു. അതുകൊണ്ടാണ് ഈ വിശ്വൻ, തൈജസം, പ്രാജ്ഞൻ എന്നൊക്കെ പറയുന്നത്. പക്ഷേ എന്താണോ ജീവനും പ്രകൃതിയുമായിട്ട് മാറിയത്, പരമാത്മാവ്, അതിന് മാറ്റമില്ല, അതെപ്പോഴും ഉള്ളതാണ്. അതുകൊണ്ട് കൂടസ്ഥൻ, അചലം എന്നൊക്കെ പറയും. തന്നെ ഒരിക്കലും മാറ്റമില്ലാതെ എപ്പോഴും ഉള്ളത്, അനശ്വരമായിരിക്കുന്നത് എന്നൊക്കെയാണ് പറയാം. അപ്പം നമ്മൾ ഇനി പറഞ്ഞതിനെല്ലാം കൂടി ഒന്ന് നമ്മൾ അതിൻ്റെ ഒരു സമ്മറി പറയുകയാണെങ്കിൽ, ബ്രഹ്മത്തിൽ നിന്നാണ് അനുഭവമണ്ഡലങ്ങൾ ഉണ്ടാവുന്നത്. അനുഭവമണ്ഡലങ്ങൾ എന്ന പ്രകൃതിയാണ്. അനുഭവമണ്ഡലങ്ങളിൽ നിന്ന് സുഖവും ദുഃഖവും അനുഭവിക്കുന്ന ജീവൻ എന്ന ഭാവവും ബ്രഹ്മത്തിൽ നിന്നാണ് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ അന്ന് പ്രകടമാവുന്നത്. അപ്പോൾ ജീവനും പ്രകൃതിയും മാറ്റത്തിന് വിധേയമാണ്. അതുകൊണ്ട് അത് മായയാണ്, സത്യമല്ല, അസത്ത് ആണ്. അപ്പോൾ ജീവൻ സത്യമല്ല എന്നുള്ള എപ്പോഴും ഓർമ്മിക്കണം. കാരണം നമ്മുടെ മനസ്സിൽ അതിങ്ങനെ ദൃഢമായിട്ട് ഒരു അമ്മയുടെ ഗർഭത്തിലിരിക്കുന്ന സമയത്ത് എന്തോ ഒരു സാധനം ആ ശിശുവിൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു, ഒരു ലൈറ്റ് വരുന്നത് പോലെ, പിന്നെ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പുക പോകുന്നത് പോലെ ഒരു സാധനം പോയി, ഇങ്ങനെയൊക്കെ നമ്മൾ പലതും കാണും, കേൾക്കുകയൊക്കെ ചെയ്യും. അതൊക്കെ കഥാരൂപത്തിലൊക്കെ പറഞ്ഞ് അതൊക്കെ അങ്ങനെ ഇരുന്ന് താത്വികമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, സർവ്വവ്യാപിയായിരിക്കുന്ന ചൈതന്യം, അതിൽ നിന്ന് അന്യമായിട്ടൊന്നും ഉണ്ടാവാനോ വരാനോ യാതൊരു സാധ്യതയുമില്ല. ഇവിടെ എല്ലാം ഓങ്കാരമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഓങ്കാരത്തിൽ നിന്ന് അന്യമായിട്ട് ഒന്നും ഇല്ല അല്ലേ. ഓം ഇതി ബ്രഹ്മ, ഓം ഇതീതകം സർവം, അതാണ് പ്രമാണം പറഞ്ഞിരിക്കുന്നത്, ശാസ്ത്രം. അപ്പോൾ ഇതെല്ലാം ഓം ആയിരിക്കുന്ന സ്ഥിതിക്ക് ഓമിൽ നിന്ന് അന്യമായിട്ട് മറ്റൊന്നുമില്ല. പക്ഷേ നമ്മൾ കാണുന്നുണ്ട്, ഇതിന് രണ്ടിനും വ്യത്യസ്തമായിട്ട് കാണുന്നുണ്ട്. ആത്മാവ് എപ്പോഴുമുണ്ട്, അവിനാശിയാണ്, മാറ്റമില്ലാത്തതാണ്, സർവ്വവ്യാപിയാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മുടെ അനുഭവങ്ങളോ, ദേഹം സർവ്വവ്യാപിയല്ല, മാറ്റങ്ങളുണ്ട്, നശിക്കുന്നുണ്ട്. ഈ മാറ്റമില്ലാത്ത, മാറാത്ത ആത്മാവിൽ നിന്നും മാറ്റമുള്ള ദേഹവും അനുഭവങ്ങളും ഉണ്ടാവുമോ? അങ്ങനൊരു ചോദ്യമുണ്ട്. അങ്ങനെ ഉണ്ടാവാൻ പാടില്ലല്ലോ. ബ്രഹ്മത്തിൽ നിന്ന് ബ്രഹ്മമല്ല ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ പ്രകൃതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രകൃതി ബ്രഹ്മത്തിൻ്റെ സ്വഭാവം കാണിക്കണം. വളരെ രസകരമായൊരു സംശയമാണത്. നമ്മളുടെ ഈ ശാസ്ത്ര പഠനത്തിൽ ശിഷ്യന്മാരും ഗുരുവും കൂടിയുള്ള അവർ തമ്മിലുള്ള ഒരു സംഭാഷണം, ചോദ്യങ്ങൾ ചോദിക്കൽ, അതിന് മറുപടി കൊടുക്കലാണ് വളരെ രസകരം. വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യങ്ങൾ ആണ് ചോദിക്കുക. അത്ര സൂക്ഷ്മ ബുദ്ധിയുള്ളതാണ്. ശിഷ്യന്മാർ ഋഷിമാരാണ്. അപ്പോൾ പിന്നെ അവരുടെ ഗുരുവിൻ്റെ സ്ഥിതി എന്തായിരിക്കും അല്ലേ? അപ്പോൾ എന്താ പറയുന്നത്, അങ്ങനെ ഒന്ന് ഉണ്ടായിട്ടില്ല, പക്ഷേ ഉള്ളതായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. അപ്പം ഇല്ലെങ്കിലും ഉണ്ട് എന്ന് തോന്നുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. അതിന് മായ എന്ന് പറയുന്നു. അതിന് വിവർത്തം, മായ എന്നൊക്കെയാണ് പറയാം. എന്നിട്ട് ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് എന്താണ്, രജ്ജു സർപ്പ ഭ്രാന്തി എന്ന് പറയാം. രജ്ജു സർപ്പ ഭ്രാന്തി എന്ന് പറഞ്ഞാൽ കയറിനെ കണ്ടിട്ട് പാമ്പായിട്ട് തെറ്റിദ്ധരിക്കുന്നത് പോലെ. ഇപ്പോൾ ഒരു സന്ധ്യാസമയത്ത് നമ്മളിങ്ങനെ വഴി കൂടെയൊക്കെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് കാലിന് എന്തോ കടിച്ച പോലെ തോന്നി. നോക്കിയപ്പോൾ ഇങ്ങനെ വളഞ്ഞൊരു സാധനം അവിടെ ഇരിക്കുന്നുണ്ട്. അയ്യോ, പാമ്പ് ചാടി, പേടിയായി, മേലൊക്കെ വേർത്തു, ഇതൊക്കെയായി. അപ്പം അടുത്ത വീട്ടിലേക്ക് നെല്ലിമുളിയൊക്കെ കേട്ട് അടുത്ത വീട്ടിൽ നിന്ന് ഒരാൾ വന്നു, ടോർച്ച് അടിച്ച് നോക്കിയപ്പം അത് പാമ്പല്ല, കയറാണ്. അത് കയറാണ് എന്നറിഞ്ഞതോടുകൂടി ആ പാമ്പ് പോയി. പിന്നെ ഇദ്ദേഹം എങ്ങനെയായാലും കയറിനെ കാണുള്ളൂ.
അപ്പോൾ അത്ര നേരം അത് സർപ്പമല്ല എന്ന് ബോധിക്കുന്നത് വരെ, അത് കയറാണ് എന്ന് ബോധിക്കുന്നത് വരെ ഈ വ്യക്തിയുടെ മനസ്സിൽ അല്ലെങ്കിൽ ബുദ്ധിയിൽ തെളിഞ്ഞിരുന്നത് സർപ്പം എന്ന ചിത്രമാണ്. സർപ്പത്തിനെ കാണുന്നു എന്നൊരു അനുഭവമാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ. യഥാർത്ഥത്തിൽ സർപ്പം ഇല്ലായിരുന്നു, കയറാണ് ഉണ്ടായിരുന്നത്. അതുപോലെ ബ്രഹ്മത്തിൽ സൃഷ്ടി എന്ന അനുഭവം നമ്മൾ അനുഭവിക്കുന്നു. ഇതിന് കാരണമായിരിക്കുന്നതിനാണ് നമ്മൾ കർമ്മഫലം, കർമ്മവാസന, പിന്നെ എന്താ പറയുക, പ്രാരബ്ധം, ഒരുപാട് പേരുകളൊക്കെ ഉണ്ട് അതിന്. അപ്പോൾ പ്രാരബ്ധം, കർമ്മഫലങ്ങൾ പ്രകടമാവാൻ കാലമാകുമ്പോൾ ഇതുപോലെ ഓരോ അനുഭവങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങും. അത് വസ്തുക്കളായിട്ടും പലതുമായിട്ട് മാറും നമ്മുടെ ഉള്ളിൽ തന്നെ. അതുമായിട്ട് നമ്മൾ ജീവചൈതന്യം ചെന്ന് ചേരും, അതുമായിട്ട് താതാത്മ്യമുണ്ടാവും. അപ്പോൾ ഒക്കെ വേറെ 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 ആയിട്ട് കാണും, ഭിന്നത കാണും. അതോടുകൂടി പ്രശ്നം തുടങ്ങി. നമ്മൾ സ്വയം മറന്നുപോയി. ഇതെല്ലാം ആയി മാറിയത് ഞാനാണ് എന്ന് മറന്നുപോയി. നമ്മളിപ്പോൾ എന്തെങ്കിലും സ്വപ്നം കണ്ടു ഞെട്ടി ഉണർന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല. കാരണം എന്താണ്? സ്വപ്നമായിരുന്നു. സ്വപ്നത്തിൽ ഓരോ വസ്തുവും, ഓരോ അനുഭവവും, ഓരോ വ്യക്തിയും ഞാൻ തന്നെയായിരുന്നു, നമുക്കറിയാം. അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. പക്ഷേ ഇതിന്ന് ഈ ജാഗ്രത അവസ്ഥയിൽ നമുക്കത് ബോധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് മഹാത്മാക്കളൊക്കെ എപ്പോഴും ഉണരൂ ഉണരൂ പറഞ്ഞുകൊണ്ടിരിക്കും. ഉണരൂ. കഠോപനിഷത്ത് പഠിക്കുന്നവർക്കറിയാം, ഉണരൂ, ഉത്തിഷ്ഠത ജാഗ്രത എന്ന് പറയുന്നത്. എണീക്കും, എന്നിട്ട് ശ്രദ്ധയോടുകൂടി വീക്ഷിക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് സത്യാവസ്ഥ ബോധിക്കും. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞതിന് ചുരുക്കം, ഈ കാണുന്നതൊക്കെ ആത്മാവ് തന്നെയാണ്. സ്വർണം ആഭരണമായിട്ട് കാണപ്പെടുന്നത് പോലെ ആത്മാവിനെ നമ്മൾ സൃഷ്ടിയായിട്ടും അനുഭവങ്ങളായിട്ടും വ്യക്തികളായിട്ടും മൃഗങ്ങളായിട്ടും കാടായിട്ടും പുഴയായിട്ടൊക്കെ കാണുന്നു. നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് അതെല്ലാം വേറെ വേറെയാണെന്ന് കാണുന്നു. എല്ലാത്തിൻ്റെയും ആധാരം എന്താണ്, ആശ്രയം എന്താണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്താണോ നമുക്ക് അറിയാൻ സാധിക്കുന്നത് അത് ബ്രഹ്മം. ഓരോ വസ്തുവിനെ എടുത്ത് നോക്കിയാലും അങ്ങനെ തന്നെയാണ്. ഇപ്പം നമ്മൾ ഒരു വ്യക്തിയെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഒരു എന്താ പറയുക, സപ്തധാതുക്കൾ ചേർന്ന ശരീരം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സെല്ലുണ്ട്, അതിനകത്ത് കെമിക്കൽസ് ഉണ്ട്, അതിനകത്ത് പിന്നെ കെമിക്കൽസിൻ്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ തന്മാത്രയുണ്ട്, ആറ്റമുണ്ട്, ഇലക്ട്രോൺ ഉണ്ട്. അങ്ങനെ പോയി മാറ്റർ, എനർജി അതുവരെയൊക്കെ എത്തി നിൽക്കും. ഏതൊരു വസ്തു എടുത്ത് നോക്കിയാൽ ഇതാണ് മാറ്റർ. അതെവിടുന്ന് ഉത്ഭവിച്ചു? അവിടേക്കാണ് ഒന്നിച്ച് വന്ന് നിൽക്കേണ്ട സ്ഥാനം, ഭൗതിക ശാസ്ത്രവും ആധ്യാത്മിക ശാസ്ത്രവും. അപ്പോൾ എന്താണോ ഈ ആറ്റമായി മാറിയത്, എന്താണോ തന്മാത്രയായിട്ട് മാറിയത്, എന്താണോ വസ്തുവായിട്ട് മാറിയത് അത്. അതുപോലെ എന്താണോ ദേഹമായിട്ട് മാറിയത്, എന്താണോ മനസ്സായിട്ട് മാറിയത്, എന്താണോ ബുദ്ധിയായിട്ട് മാറിയത് അത് ബ്രഹ്മം. മാറിയത് എന്ന് പറഞ്ഞാൽ അന്യമായിട്ടില്ല എന്നെപ്പോഴും ഓർമ്മിക്കണം. നമ്മൾ ഈ ഭാഷയുടെ ഒരു ലിമിറ്റുണ്ട്, ഇതൊക്കെ പറയാം. വളരെ പരിമിതമാണ് ഭാഷ. അപ്പോൾ നമ്മളത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് ഇതുണ്ടായി എന്നൊക്കെ പറയുമെങ്കിൽ കൂടി ഒന്നും ഉണ്ടായിട്ടില്ല, തൽക്കാലം അങ്ങനെയൊക്കെ പ്രകടമായി എന്ന് പറയാം. അങ്ങനെ പറയാം. ഇതെപ്പോഴും നമ്മൾ ഓർമ്മിച്ച് വെക്കണം. അപ്പോൾ എല്ലാ അനുഭവവും ബ്രഹ്മം തന്നെ ആയത് കാരണം ഈ കാണുന്നതൊക്കെ ബ്രഹ്മം ഇതാണ് പറഞ്ഞത്. ഇനി എന്തുകൊണ്ടത് ഓം ആയി? അങ്ങനെയും കൂടി ഒരു ചോദ്യം ഉണ്ടല്ലോ. ഓങ്കാരത്തിനപ്പുറം ഒന്നുമില്ല എന്നുള്ള. അപ്പോൾ ഇവിടെ പറയുന്നത് ജാഗ്രത അവസ്ഥ, അതിന് പറയുന്നത് ആ എന്ന അക്ഷരമാണ്, ആ. സ്വപ്ന അവസ്ഥ ഉ, സുഷുപ്തി അവസ്ഥ മ. ആ, ഉ, മ, മൂന്നക്ഷരം. പിന്നെയുള്ളത് തുരീയമാണ്, നാദം. അപ്പോൾ ഈ മൂന്നിനും കൂടി ചേർത്ത് പറയണമെങ്കിൽ ആ പ്ലസ് ഉ പ്ലസ് മ പ്ലസ് നാദം, ഓം എന്നേ പറയൂ. ചിലർ ഈ ആ ഊ മ എല്ലാം കൂടി ചേർത്ത് ആ ഊം എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ എന്ത് ഉച്ചരിക്കുന്നു എന്നുള്ളതല്ല ഇതിൻ്റെ ആവശ്യം. ഇതിൻ്റെ ഉദ്ദേശം ഓം എന്ന് നമ്മൾ പറയുമ്പോൾ ഈ മൂന്ന് അവസ്ഥകളും അതിന് സാക്ഷിയായിരിക്കുന്ന ചൈതന്യത്തിനും ഓർമ്മിക്കുക എന്നുള്ളതാണ്. ഈ ശബ്ദം എവിടെ നിന്നുണ്ടായി? ശൂന്യതയിൽ നിന്നുണ്ടായി. നിശബ്ദമായിരുന്നിടത്തു നിന്നാണ് ഓം ഉണ്ടായത്. എന്തിലേക്ക് ചെന്ന് ചേരും? നിശബ്ദതയിലേക്ക് ചെന്ന് ചേരും. ഓ, സൈലൻ്റായി.
വീണ്ടും സൈലൻസ് എന്ന് ഓ. അപ്പോൾ ഈ ഓം എന്ന് പറയുന്നത് ജാഗ്രത സ്വപ്ന സുഷുപ്തിയും, സൈലൻസ് നിശബ്ദമായിരിക്കുന്നത് തുര്യവും എന്ന് പറഞ്ഞാൽ ആത്മാവുമാണ്. അപ്പോൾ നമ്മൾ ഓം എന്ന് ഉച്ചരിക്കുമ്പോൾ രണ്ട് ഓങ്കാരത്തിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ്, സൈലൻസ്, ആ നിശബ്ദ, അവിടെ മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്യണം. അതാണ് ആത്മാവ്. അതിൽ നിന്ന് ഉയർന്ന് സൃഷ്ടിയുണ്ടായി അതിലേക്ക് ലയിക്കുന്നു, വീണ്ടും ഉയർന്ന് അതിലേക്ക് ലയിക്കുന്നു. ഇത് നമുക്ക് ഓർമ്മ വരണം. അപ്പോഴാണ് ഓങ്കാര ഉപാസന വരിക. അപ്പോൾ എല്ലാ അനുഭവങ്ങളും ഓങ്കാരത്തിൽ നിന്നുണ്ടായി, ഓങ്കാരത്തിൽ നിന്നും ഓങ്കാരത്തിലേക്ക് ലയിച്ചു. ഇത് ഓർമ്മിച്ചുകൊണ്ട് വേണം ഓങ്കാരം ഉച്ചരിക്കാൻ. അല്ലാതെ നമ്മൾ കുറേ ഓം എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഓങ്കാരം ഉച്ചരിക്കുന്നതിൻ്റെ ഫലങ്ങളുണ്ടാവുമായിരിക്കും. ഇല്ല, ചില സ്ഥലത്തൊക്കെ സ്ത്രീകൾ ഓങ്കാരം ഉച്ചരിക്കാൻ പാടില്ല എന്നുള്ള കുറേ ഇതൊക്കെ പറഞ്ഞിരുന്നു ഒരു കാലത്ത്. ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പോൾ എല്ലാവർക്കും പറയും. ഇപ്പം നമ്മൾ ഒരു വിഷ്ണു സഹസ്രനാമം ചെല്ലണമെങ്കിൽ, ഒരു ലളിതാ സഹസ്രനാമമൊക്കെ ചെല്ലണമെങ്കിൽ ഓം ചേർത്താലേ പറയുള്ളൂ. ഓം ബ്രഹ്മപ്രതീകമാണ്, അതാണ് ചൈതന്യം. അതുകൊണ്ട് ഓം ചേർത്ത് പറഞ്ഞാലേ മന്ത്രങ്ങൾക്ക് സിദ്ധി ഉണ്ടാവുള്ളൂ എന്നാണ്, ശക്തി ഉണ്ടാവുള്ളൂ. അതാണ് ഓങ്കാരത്തിൻ്റെ ഒരു ശ്രേഷ്ഠതയായിട്ട് പറഞ്ഞു തന്നെ. നമ്മളിപ്പോൾ ആരെയും കാണുമ്പോൾ നമഃശിവായ എന്ന് പറയും, ഓം നമഃശിവായ. ഓം ചേർത്ത് പറയുമ്പോഴേ അതിന് ശക്തിയുള്ളൂ, അല്ലെങ്കിൽ അത് വെറും വാക്ക് മാത്രമായി പോകും. അപ്പോൾ ഈ ഓം എന്ന് പറയുന്നത് ബ്രഹ്മമാണ്. നമ്മൾ ഓങ്കാരം ഉച്ചരിക്കുമ്പോൾ രണ്ട് ഓങ്കാരത്തിൻ്റെ ഇടയ്ക്കുള്ള നിശബ്ദ അവസ്ഥയിലായിരിക്കണം മനസ്സ് കഴിയുന്നത്ര നമ്മൾ ഏകാഗ്രമാക്കാൻ ശ്രമിക്കേണ്ടത്. അപ്പോൾ മനസ്സ് ശാന്തമാവുന്ന കാണാം, ഏകാഗ്രമാവുന്നതായിട്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഞാൻ ഇത്ര പ്രാവശ്യം ഓം ജപിച്ചു. അല്ലെ, പലരും പറയും മന്ത്രങ്ങളുടെ എണ്ണത്തിനൊക്കെയാണ് ഇപ്പോൾ പ്രാധാന്യം. ഇപ്പോൾ ചില ആശ്രമങ്ങളിലൊക്കെ ഉണ്ട്, ഞാൻ 10 മാല ജപിച്ചു, ഞാൻ 20 മാല ജപിച്ചു എന്നൊക്കെ പറയും. നമ്മൾ മാല ജപിക്കുമ്പം എണ്ണം പിടിച്ചിട്ടാണ് ജപിക്കുന്നതെങ്കിൽ മനസ്സ് എണ്ണത്തിലായിരിക്കും. ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്ന പോലെ തോന്നാം. 5 മാല ജപിച്ചു, അപ്പോൾ എത്രയും 540 മാല. 108 മണിയാണെങ്കിൽ 540 കേമായി. 540 ശ്രദ്ധയുണ്ടായത്, ആത്മാവിൽ ശ്രദ്ധയുണ്ടായില്ല. ഇത് നമ്മളെപ്പോഴും ഓർമ്മിക്കണം. മന്ത്രം നമ്മളോട് ഇത്ര നമ്പർ ഇത്ര പ്രാവശ്യം ആവർത്തിക്കണം എന്നൊക്കെ പറയുന്നത് മനസ്സിനെ ഏകാഗ്രമാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നമ്മൾ ഇത്ര പ്രാവശ്യം ജപിച്ചു കഴിഞ്ഞാൽ ദൈവം അങ്ങനെ തഥാസ്തു പറയും എന്നും തോന്നണ്ട. കാരണം നമ്മൾ ആ തലത്തിലേക്ക് എത്തിയിട്ടില്ല. കുറേ പ്രാവശ്യം ജപിക്കുമ്പോൾ മന്ത്രജപത്തിൻ്റെ ശക്തി കൊണ്ട്, മന്ത്രജപത്തിന് ഭയങ്കര ശക്തിയാണ് ജപത്തിന്, നാമജപത്തിന്. അതുകൊണ്ട് പതുക്കെ പതുക്കെ നമ്മൾ ആ തലത്തിലേക്ക് ഉയരും. നമ്മളെപ്പോഴും ഓർമ്മിക്കാനുള്ളത്, നമ്മൾ ഏത് ദൈവത്തിൻ്റെ മന്ത്രമാണോ ജപിക്കുന്നത് ആ രൂപത്തിനോട് ഭക്തി വേണം. ഓങ്കാരമാണ് ജപിക്കുന്നതെങ്കിൽ ബ്രഹ്മതത്വത്തിനോട് ഭക്തി വേണം. ബ്രഹ്മതത്വമാണ് അനുഭവങ്ങളായിട്ട് മാറുന്നത് എന്ന് ഓർമ്മ വേണം. ഇനി നമ്മൾ നമ്മളുടെ ജീവിതം ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഉള്ളത്? അനുഭവങ്ങളുമുണ്ട്, അനുഭവങ്ങളെ അനുഭവിക്കുന്ന ജീവനുമുണ്ട്. ഇതിന് രണ്ടിനും ആധാരമായിരിക്കുന്ന ബ്രഹ്മവുമുണ്ട്. അപ്പോൾ ബ്രഹ്മത്തിൽ നിന്ന് ജീവനും പ്രകൃതിയും ഉണ്ടായി, ഇത് രണ്ടും തിരിച്ച് ബ്രഹ്മത്തിലേക്ക് ലയിക്കാനുള്ളതാണ്. ഇതെപ്പോഴും നമ്മൾ ഓർമ്മ വരണം. ഈ ഉണ്ടായി എന്ന് പറയുന്നത് നമുക്ക് പ്രകടമായി എന്നേ പറയാൻ പറ്റുള്ളൂ. അതിൽ നിന്ന് വേറെ ആയിട്ടില്ല, വേറെ ആവാനും പറ്റില്ല. കാരണം എല്ലായിടത്തും ബ്രഹ്മമാണ്. ഇതെപ്പോഴും ഓർമ്മിക്കണം അല്ലേ. ഇപ്പോൾ സൃഷ്ടിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻ ഇങ്ങനെയാണ് വരുന്നത്. നമ്മളിപ്പോൾ പല ഗ്രന്ഥങ്ങളും ഇത് വളരെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. കഥാരൂപത്തിൽ പറയുമ്പോൾ നമ്മളതിനെ ഹിസ്റ്ററി പോലെ വിചാരിക്കും. അവിടേക്കാണ് ഈ പ്രശ്നം. അതൊക്കെ നമ്മളുടെ സ്റ്റോറിയാണ്. ഹിസ്റ്ററി അല്ല, ഇറ്റ്സ് മൈ സ്റ്റോറി എന്നാണ്. എൻ്റെ കഥ. ഞാൻ എങ്ങനെ ദേഹമായിട്ട് മാറി, ആത്മാവായി ഞാൻ എങ്ങനെ ദേഹമായിട്ട് മാറി, ആത്മാവായി എനിക്ക് എങ്ങനെ ഈ അനുഭവ മണ്ഡലം ഉണ്ടായി, ഇതൊക്കെ ചിന്തിക്കാനുള്ള അവസരമാണ് ഈ സ്വാധ്യായം എന്ന് പറയുന്നത്. അപ്പോഴാണ് നമ്മൾ ഭക്തനായിട്ട് മാറി, യഥാർത്ഥ ഭക്തൻ. അതിനു മുമ്പുള്ളതൊക്കെ നമുക്ക് ലളിതമായ ഭക്തിയൊക്കെ ആവശ്യം തന്നെ. പതിയെ പതിയെ ഈ തലത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, സർവം ബ്രഹ്മമയം എന്ന തലത്തിലേക്ക് എത്തണമെങ്കിൽ ഇതൊക്കെ വേണം. അപ്പോൾ ഈ മാറിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ, ആ ഊമ, മാറ്റമില്ലാത്ത നിശബ്ദമായിരിക്കുന്ന തുരീയം, ആത്മാവ്, ഇതെല്ലാം കൂടി ചേരുമ്പോൾ അതിന് നമ്മൾ ചന്ദ്രക്കലയും കുത്തുവാട്. അപ്പോൾ ഓം എന്ന് കേൾക്കുമ്പം ഈ അനുഭവം മുഴുവൻ ഓർമ്മ വരണം. ഇതിൽ നമുക്ക് ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയുന്ന തലം, മനസ്സുകൊണ്ട് അറിയുന്ന തലത്തിന് സഗുണം എന്ന് പറയാം. സഗുണം സാകാരം എന്ന് പറഞ്ഞാൽ അതിന് ഗുണമുണ്ട്, ത്രിഗുണങ്ങൾ ആണ് ഗുണമുണ്ട് എന്ന് പറയുന്നത്.
ത്രിഗുണങ്ങളുണ്ട്, ആകാരമുണ്ട്, സഗുണ സാകാരം. അപ്പോൾ നമ്മുടെ എല്ലാ ഈശ്വര രൂപങ്ങളും സഗുണ സാകാരമാണ്. തത്വം, ബ്രഹ്മതത്വം എന്ന് പറഞ്ഞാൽ ഈ അനുഭവങ്ങൾ വിട്ടിട്ടുള്ള അതിനാധാരമായിരിക്കുന്ന ബ്രഹ്മം എന്ന് പറഞ്ഞാൽ നിർഗുണ നിരാകാരം എന്ന് പറഞ്ഞാൽ ഗുണാതീതമായ അവസ്ഥയിലാണ്, ത്രിഗുണങ്ങൾക്കും അതീതമായ അവസ്ഥയിലാണ്. അതിനാകാരമില്ല. എന്തുകൊണ്ട് ആകാരമില്ലാത്തത്? ഷേപ്പ്. ഒരു ഷേപ്പ് ഉണ്ടാവണമെങ്കിൽ ഒരു ഔട്ട്ലൈൻ വേണം. അപ്പോൾ ഔട്ട്ലൈൻ്റെ പുറത്ത് അതില്ല എന്നാവും അല്ലേ? അപ്പം സർവ്വവ്യാപിത്വം എന്ന ലക്ഷണം ഇല്ലാണ്ടേ. അപ്പോൾ എപ്പോഴും ബ്രഹ്മതത്വം നിർഗുണ നിരാകാരമാണ്. പക്ഷേ നിർഗുണ നിരാകാരത്തിനെ ധ്യാനിക്കാനും ഉപാസിക്കാനും വലിയ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളത് ശീലിച്ചിട്ടില്ല, മനസ്സിന് പാകമായിട്ടില്ല, ബുദ്ധി പാകമായിട്ടില്ല. ആ തലത്തിലേക്ക് എത്താൻ സഗുണ സാകാരം വേണം. ഈശ്വര രൂപങ്ങളെ നമുക്ക് ആശ്രയിക്കാം. അപ്പോൾ നമ്മൾ കുറേ ഈശ്വര രൂപങ്ങളെ സങ്കല്പിച്ചു. ശ്രീകൃഷ്ണനുണ്ട്, ശ്രീരാമനുണ്ട്, ഗണപതിയുണ്ട്, ദേവിയുണ്ട്. ഇതെല്ലാം ഇതിനെയൊക്കെ ആരാധിച്ച് ഉപാസിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് അതിൻ്റെയൊക്കെ തത്വം. എന്തൊന്നാണോ ഈ രൂപമായിട്ട് മാറിയത് അങ്ങോട്ട് നമ്മൾ എത്തുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും അമ്പലത്തിൽ പോകുന്നത് തെറ്റല്ല, ഈശ്വര ആരാധന ചെയ്യുന്നത് തെറ്റല്ല, ഈശ്വരൻ്റെ രൂപങ്ങളെക്കുറിച്ച് പറയുന്നത് തെറ്റല്ല, ആ രൂപത്തിനോട് നമുക്ക് ഭക്തി ഉണ്ടാവുന്നതും തെറ്റല്ല. പക്ഷേ ഇതൊക്കെ നമ്മൾ ആലോചിക്കാനുള്ള ഇതിൻ്റെ അപ്പുറം ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനുള്ളതാണ് എന്നും കൂടി നമ്മൾ ഓർമ്മിക്കണം. രൂപത്തിൽ കൊടുക്കരുത്. കാരണം ഇതിനൊക്കെ മാറ്റമുണ്ട്. രൂപം, നാമം, രൂപം, ദേശം, വസ്തു, കാലം, ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. മാറിക്കൊണ്ടിരിക്കുന്നൊന്നും ബ്രഹ്മമല്ല. മാറ്റമില്ലാത്ത ബ്രഹ്മത്തിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഈ ഈശ്വര രൂപങ്ങളെ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. സാധാരണ വേദാന്തം പഠിക്കുന്നവർക്ക്, ഇല്ലെങ്കിൽ ഇപ്പോൾ ഭഗവത്ഗീത നമ്മളതിൻ്റെ ശങ്കരഭാഷയൊക്കെ പഠിക്കുന്ന സമയത്തെല്ലാവരും പറയും ഇവരൊക്കെ അമ്പലത്തിന് എതിരാണ് പറയും. അവരൊരിക്കലും അമ്പലത്തിന് എതിരായിട്ടില്ല. അവരൊക്കെ തുടങ്ങുന്ന അമ്പലം തന്നെയാണ്. ഇത്രയും വലിയ വേദാന്തം പറയുന്ന ആചാര്യന്മാരൊക്കെയാണ് വലിയ വലിയ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയതും പൂജ ചെയ്യുന്നതൊക്കെ. അപ്പോൾ അതും കൂടി നമ്മൾ ഓർമ്മിക്കണം. ആർക്കും എതിരല്ല. ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് പോവാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഈ ഭിന്നതകൾ എല്ലാവരും ഉണ്ടാക്കാൻ ശ്രമിക്കും. പ്രത്യേകിച്ച് ഹൈന്ദവ ധർമ്മത്തിനെ നശിപ്പിക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ചവർ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ടാണ് ഭിന്നതകൾ ഉണ്ടാക്കുക. അപ്പോൾ ഏകമായിരിക്കുന്ന തത്വത്തിനെ ആരാധനാ സൗകര്യത്തിന് വേണ്ടി ഈശ്വര രൂപങ്ങളായിട്ട് സങ്കല്പിച്ചു. ആ രൂപങ്ങളെ ആശ്രയിച്ചുകൊണ്ട് സാധനകൾ മുന്നോട്ട് നീങ്ങണം. അങ്ങനെ ആ ഉപാധിയെ ഉപേക്ഷിച്ചിട്ട് നിർഗുണ നിരാകാര തത്വത്തിലേക്ക് എത്തി സാക്ഷാത്കാരം നേടണം. ഇതാണ് മാർഗം പറഞ്ഞു വന്നിരിക്കുന്നത്. അതിന് പല പല മാർഗങ്ങൾ, ധ്യാനമുണ്ട്, ഭക്തിയുണ്ട്, കർമ്മമുണ്ട്. ഇതെല്ലാം കൂടി ചേർന്ന മാർഗ്ഗമാണ് ഏറ്റവും നല്ലത്. കാരണം ഒന്ന് മാത്രമായിട്ട് നിൽക്കില്ല. ഇതെല്ലാം പരസ്പരം അനുപൂരകങ്ങളാണ്. ഒന്നിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേ നിൽക്കുള്ളൂ. ചില സ്ഥലത്തൊക്കെ പോയി ഞങ്ങൾ ധ്യാനയോഗികൾ, ഞങ്ങൾ ധ്യാനിക്കുക മാത്രമേ ഉള്ളൂ. മനസ്സ് ശുദ്ധമാവാതെ ധ്യാനം ഏകാഗ്രമാവില്ല. മനസ്സ് ശുദ്ധമാവണമെങ്കിൽ കർമ്മയോഗം ചെയ്യണം, എന്നാലേ ചിത്തശുദ്ധി ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടുന്ന് തുടങ്ങണം, സേവനത്തിൽ നിന്ന് തുടങ്ങണം. എല്ലാ ആശ്രമങ്ങളിലും സേവനമൊക്കെ പറയുന്ന ആ സാധകനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ശുദ്ധി നേടാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ നമ്മൾ ആലോചിക്കണം. ഒരു ആശ്രമത്തിൽ പോയിട്ട് സേവനം പറഞ്ഞു എന്തപ്പോൾ സേവനം ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ആവശ്യം. ചിത്തശുദ്ധി നേടുക എന്നുള്ളതാണ് ആവശ്യം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ എപ്പോഴും ഓർമ്മിക്കാം. അനുഭവങ്ങളൊക്കെ വന്ന് നിന്ന് പോവാനുള്ളതാണ്. അനുഭവത്തിന് സാക്ഷിയായിരിക്കുന്ന ഞാൻ എന്ന ബ്രഹ്മം എപ്പോഴുമുണ്ട്. അതുകൊണ്ട് അതാണ് സത്യം, ബാക്കിയെല്ലാം അസത്യമാണ്. അസതോമ സദ്ഗമയ എന്ന് പറയുമ്പോൾ എൻ്റെ ഈ പ്രകൃതി ദേഹവുമായിട്ടുള്ള താതാത്മ്യത്തിൽ നിന്ന് ഞാൻ ആത്മാവുമായിട്ടുള്ള താതാത്മ്യത്തിലേക്ക് മാറട്ടെ, ഞാൻ ആത്മാവാണെന്ന് എപ്പോഴും ബോധിക്കട്ടെ, അതിനെ സാക്ഷാത്കരിക്കട്ടെ എന്ന് പറയണം. ഓങ്കാരമാണ് എല്ലാം. ഓങ്കാരം നമ്മൾ ഉച്ചരിക്കുമ്പോൾ രണ്ട് ഓങ്കാരത്തിൻ്റെ ഇടയ്ക്കുള്ള നിശബ്ദമായിരിക്കുന്ന ആ ഭാഗം അത്രയും കാലം അതിൽ നമ്മൾ മനസ്സ് ഏകാഗ്രമാക്കണം. കാരണം മറ്റെല്ലാം മാറ്റമുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്നിപ്പം സഗുണ സാകാരം, നിർഗുണ നിരാകാരം ഒക്കെ പഠിച്ചു. ജാഗ്രത സ്വപ്ന സുഷുപ്തി അവസ്ഥയെക്കുറിച്ച് പഠിച്ചു. ഇതിന് ആശ്രയമായിരിക്കുന്ന തുര്യത്തിനെ കുറിച്ച് പഠിച്ചു. ബ്രഹ്മം തന്നെയാണ് സൃഷ്ടിയായി മാറിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ സൃഷ്ടിയായിട്ട് മാറിയിട്ടില്ല. ബ്രഹ്മത്തിൽ സൃഷ്ടി അധ്യാരോപം ചെയ്യാമെന്നാണ് പറയാം, ഉള്ളതായിട്ട് തോന്നുക, അതിനെ പറയാം.
ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആവരണം വിക്ഷേപം എന്നൊക്കെ പറഞ്ഞ് പഠിക്കും. ഇത് എന്തുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചത് കുറച്ചും കൂടി ആഴത്തിൽ പഠിക്കും. അപ്പോൾ നല്ല രസമാണ്. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാലുള്ളൊരു ഗുണം എന്താ പറഞ്ഞാൽ, നമ്മളുടെ ജീവിതത്തിൽ വളരെ വളരെ തീവ്രമായ അനുഭവങ്ങൾ വരുന്ന സമയത്ത്, ആരെങ്കിലും പെട്ടെന്ന് മരിച്ചു പോകും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ജീവിതം കയ്യിൽ നിന്ന് പോയി എന്ന് തോന്നുന്ന അവസ്ഥയൊക്കെ വരുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാം. നമുക്ക് അറിയാൻ പറ്റും എന്തുകൊണ്ടാണ് ഞാൻ ഈ അനുഭവം ഇപ്പോൾ അനുഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതൊക്കെ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും തലത്തിലുള്ളൂ. ഞാൻ ഈ അനുഭവങ്ങൾക്ക് സാക്ഷിയായിരിക്കുന്ന ചൈതന്യം മാത്രമാണ്. മനസ്സും ബുദ്ധിയും കൂടി ചേർന്ന് ചെയ്യുന്ന ഈ പ്രവൃത്തിക്ക് ഞാൻ സാക്ഷിയാണ്, ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് കയ്യിൽ നിൽക്കും കാര്യങ്ങൾ. അപ്പോൾ പതറിപ്പോവില്ല എന്നാണ് പറയാം. ഈ ഒരു ബോധം ഇല്ലാത്തതുകൊണ്ട്, ഈ ഒരു മനസ്സുറപ്പ് എന്ന് നമ്മൾ പറയില്ലേ സാധാരണക്കാർ ഭാഷ, ഇതില്ലാത്തത് കൊണ്ടാണ് ഇന്നിപ്പോൾ സമൂഹത്തിൽ എത്ര വ്യത്യാസം. ഇപ്പോൾ നാട് മുഴുവൻ ആരോട് ചോദിച്ചാലും ഡിപ്രഷനാണ്. ചെറിയ കുട്ടികളോട് ചോദിച്ചാൽ ഡിപ്രഷനും മരുന്ന് കഴിക്കണം. 8ലും 9ലൊക്കെ പഠിക്കുന്ന കുട്ടികളെ അത്ഭുതം തോന്നും. കാരണം എന്താ, ഇത് കിട്ടിയിട്ടില്ല. എന്ന് ഈ സ്പിരിച്വൽ സ്റ്റഡീസ് നമ്മുടെ പാഠഭാഗങ്ങളിൽ നിന്ന് മാറിയോ, അത് സ്കൂളിൽ നിന്നോ അമ്പലത്തിൽ നിന്നോ എവിടെന്നെങ്കിലുമൊക്കെ കിട്ടേണ്ടതായിരുന്നു, അന്ന് മുതൽ പ്രശ്നങ്ങളാണ്. പകരം എന്തുണ്ടായി, ഒരുപാട് മതപഠനങ്ങളുണ്ടായി, ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും കുടുങ്ങി. അപ്പോൾ ദൈവത്തിനെ പ്രീതിപ്പെടുത്താൻ ഞാൻ ഇന്നതൊക്കെ ചെയ്യണം എന്നായി. അപ്പോൾ അതിലവിടെ ആളെ കൊന്നാലും ശരി, ദൈവം പ്രീതിപ്പെട്ടുള്ളൂ വിചാരിച്ചാൽ അവൻ കൊല്ലാൻ ഇറങ്ങും. തെറ്റായ പഠനമാണ് അവിടെ. എപ്പോഴും ആത്മീയമായൊരു പഠനം ആവശ്യമാണ്. എന്നാലേ, ആത്മീയം എന്ന് പറഞ്ഞാൽ ആധ്യാത്മികമായിട്ട് അവനവനെക്കുറിച്ചുള്ളൊരു പഠനം ആവശ്യമാണ്. എന്നാൽ ആ വ്യക്തിക്ക് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ നേരിടാൻ പറ്റുള്ളൂ. എല്ലാവരും ചോദിക്കും, ഇപ്പോൾ ഭഗവത്ഗീത പഠിച്ചിട്ട് എന്താ കാര്യം, ഉപനിഷത്ത് പഠിച്ചിട്ട് എന്താ കാര്യം? ഇതാണ് കാര്യം. ഓരോ അനുഭവത്തിൽ കൂടി നമ്മുടെ ജീവിതം കടന്നു പോകുമ്പോൾ നമുക്ക് ഓർമ്മിക്കാൻ പറ്റണം, ഈ അനുഭവത്തിന് ഞാൻ സാക്ഷിയാണ്. ഇതൊന്നും സ്ഥിരമല്ല, എപ്പോഴും വന്നു നിന്ന് പോവാനുള്ളതാണ്. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പോലെ, കാക്ക പാറി വന്നു പാറപ്പുറത്തിരുന്നു, കാക്ക പാറിപ്പോയി പാറ ബാക്കിയായി എന്ന് പറയാം. അപ്പോൾ നമ്മൾ ആ പാറയെ ഓർമ്മിക്കണം. അത് അനങ്ങിയിട്ടില്ല, അതവിടെയുണ്ട്. അനുഭവങ്ങൾ വന്നു നിന്നു പോയി. ജീവിതം ഇതാണ്. ഓങ്കാരത്തിൻ്റെ ആദ്യത്തെ 3 പദങ്ങളും ഈ വന്ന് നിന്നു പോകുന്ന ഭാഗവും മാറ്റമില്ലാതെ നിൽക്കുന്ന 4ാമത്തെ തുരീയം ആത്മാവ്, അത് ബ്രഹ്മവുമാണ്. ബ്രഹ്മത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത്. അതുകൊണ്ട് ഈ കാണുന്നതെല്ലാം ബ്രഹ്മം തന്നെയാണ് എന്ന് ഋഷിമാർ പറയുന്നു. അപ്പോൾ നമുക്ക് ഓർമ്മിക്കാൻ എളുപ്പം, എന്തൊന്നാണോ ഇതെല്ലാമായി മാറിയിരിക്കുന്നത് അത് ബ്രഹ്മം എന്ന് ഓർമ്മിക്കും. ഇതാണ് ഈ മന്ത്രത്തിൻ്റെ ഇത് പറയുന്നത്. നമ്മൾ മാണ്ഡൂക്യ ഉപനിഷത്ത്, അതാണ് ഓങ്കാരത്തിനെ കുറിച്ച് വളരെ വിസ്തരിച്ച് പറയുന്ന, അവസ്ഥാത്രയങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നത്. ചെറിയ എന്ന് പറഞ്ഞാൽ മന്ത്രങ്ങൾ കുറവാണ്, പക്ഷേ വ്യാഖ്യാനം വളരെ വലുതാണ്. മാണ്ഡൂക്യ ഉപനിഷത്ത്, ശങ്കരാചാര്യർ പറഞ്ഞ മാണ്ഡൂക്യ ഉപനിഷത്ത് പഠിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും പഠിക്കേണ്ടതാണ്. ഓങ്കാരത്തിനെ കുറിച്ചാണ് പറയുന്നത്. എല്ലാ ഉപനിഷത്തും ഓങ്കാരത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ മുന്നോട്ടുള്ള ഭാഗം പറയുന്നത് ഓങ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചാണ്. എന്താണ് ഓങ്കാരത്തിൻ്റെ ശ്രേഷ്ഠത? ഇവിടെ ഒരു സാധകനെ ഒരു യജ്ഞശാല പരിചയപ്പെടുത്തിക്കൊണ്ട് പറയും. കാരണം സാധകന് വേഗം മനസ്സിലാവും. അവർ ഈ സംഹിത ബ്രാഹ്മണം ക്രിയകളൊക്കെ പഠിച്ചിട്ടാണ് ഉപനിഷത്ത് പഠിക്കാൻ വരുന്നത്. അപ്പോൾ അവിടെ ഇരുത്തിയിട്ട് പറയണം, ഒരു യജ്ഞശാലയിൽ എന്തൊക്കെ ഉണ്ടാവും. അവിടെ അതിൻ്റെ യജമാനുണ്ട്, പുരോഹിതനുണ്ട്, പുരോഹിതൻ്റെ അസിസ്റ്റൻറ്റുമാർ, നമ്മൾ പരികർമ്മിമാർ എന്ന് പറയും, അവരുണ്ട്. പിന്നെ മന്ത്രങ്ങൾ ഉച്ചരിക്കുന്നവരുണ്ട്, പിന്നെ ഗീതങ്ങൾ പാടുന്നവർ, വേദമന്ത്രങ്ങൾ ഉച്ചരിക്കാനുള്ളവരുണ്ട്, സഹായിക്കാനുള്ളവരുണ്ട്, ആർക്ക് വേണ്ടിയാണോ ഈ യജ്ഞം ചെയ്യുന്ന അവരുണ്ട്. ഇങ്ങനെ എല്ലാം കൂടി ചേർന്ന ഒരു സിറ്റുവേഷൻ, ഒരു സാഹചര്യം പരിചയപ്പെടുത്തി കൊടുത്തു സാധകന്. എന്നിട്ട് അവിടെ പറയുന്നു, ഇവിടെ അനുവാദം ചോദിക്കുമ്പം ഓം എന്നാണ് പറയുന്നത്. ഞങ്ങൾ ഹോമം ചെയ്യാൻ തുടങ്ങട്ടെ എന്ന് ചോദിക്കുമ്പോൾ അതെ. എന്തെങ്കിലും ബാക്കി മാറ്റങ്ങളുണ്ടെങ്കിൽ പെർമിഷൻ എടുക്കണമെങ്കിലും ഓം ആണ് പറയുക. പിന്നെ പൂജ ചെയ്യുമ്പോഴും ഓം ആണ് പറയുക. അങ്ങനെയെല്ലാം അവിടുത്തെ സകല സംഭാഷണങ്ങളും ഓങ്കാരമാകുന്നു. ഇത് മാത്രമാണോ? സകല സാമഗ്രികളും ഓങ്കാരം. നമ്മളിപ്പം ഭഗവത്ഗീത പഠിക്കുമ്പം ഭോജനമന്ത്രം എന്ന് പറയും. ഓം ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന. ഇതാണ് മന്ത്രം. എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഹോമകുണ്ഡം പരിചയപ്പെടുത്തിയിട്ട് പറയുന്നത്, ഇതിലെ അഗ്നിയും അതിലേക്ക് സമർപ്പിക്കുന്ന വസ്തുക്കളും അതിനുള്ള ഉപകരണങ്ങളും ചെയ്യുന്ന വ്യക്തിയും ആർക്കു വേണ്ടിയാണോ ചെയ്യുന്നത് അവരും എല്ലാം ബ്രഹ്മം തന്നെയാകുന്നു എന്ന് ഓർമ്മിക്കാം. അതേ കാര്യം ഇവിടെയും പറയും.
അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ സകല അനുഭവങ്ങളും ബ്രഹ്മമാകുന്നു, സകല കർമ്മങ്ങളും ബ്രഹ്മമാകുന്നു, സകല വിചാര വികാരങ്ങളും ബ്രഹ്മമാകുന്നു എന്ന് എപ്പോഴും ഓർമ്മിക്കണം എന്നാണ് ഈ അനുവാകം പറയുന്നത്. അപ്പോൾ മാത്രമേ നമ്മൾ സർവത്ര ഈശ്വര ദർശനം ബ്രഹ്മമയം എന്ന തലത്തിലേക്ക് നമ്മൾ എത്തുന്നുള്ളൂ, സാധന പുരോഗമിക്കുന്നുള്ളൂ. ഈ ഒരു അനുവാകത്തിന് പ്രണവോപാസന എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ പ്രണവോപാസന എന്ന് പറയുന്നത് ഓം എത്ര പ്രാവശ്യം ജപിച്ചു എന്നല്ല നോക്കേണ്ടത്, ഓം ജപിക്കുമ്പോൾ എന്താണ് ഓർമ്മിക്കേണ്ടത് അതാണ് ശ്രദ്ധിക്കേണ്ടത്. അവസ്ഥകളും 3 അവസ്ഥകളും അത് ഉയർന്നു വരുന്ന അതെന്തിൽ നിന്ന് ഉയർന്നുവോ ആത്മാവ്, ആ ആത്മാവിനെയും കുറിച്ച് നമുക്ക് ഓർമ്മ വരണം. ഓരോ പ്രാവശ്യം രാവിലെ ഉണർന്ന് എണീക്കുമ്പോൾ നമുക്കത് ഓർമ്മിക്കാൻ പറ്റും. ഓരോ അനുഭവത്തിൽ കൂടിയും ജീവിതം കടന്നു പോകുമ്പോൾ നമുക്കത് ഓർമ്മിക്കാൻ പറ്റും. അങ്ങനെയാണ് സാധന മുന്നോട്ട് പോകേണ്ടത്. ഇത്രയും നമ്മൾ ഇത് 8ാമത്തെ അനുവാകമാണ് ഇപ്പോൾ പറഞ്ഞത്. പ്രണവോപാസന എന്നാണ് പറയുക ഇതിന്. ഇത് വളരെ ആഴത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു അനുവാകമാണ്. കാരണം എല്ലാം ഓം ആണ്. നമ്മൾ ഏതൊരു അമ്പലത്തിൽ പോയാലും ഓം കാണും, ഏതൊരു ഹിന്ദുവിൻ്റെ വീട്ടിൽ പോയാലും ഓം കാണും. പക്ഷെ പലർക്കും ഈ ഓം എന്താണ് എന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ ഗുരുവായൂരപ്പനെയും ശ്രീകൃഷ്ണനെയൊക്കെ കാണുന്നത് പോലെ ഓം എന്ന് കണ്ടാൽ ബ്രഹ്മത്തിന് ഓർമ്മ വരണം. സഗുണ സാകാരവും നിർഗുണ നിരാകാരവും ഈ ഇനിയും സൃഷ്ടിക്ക് പുറത്തുള്ളതുമായിട്ടെല്ലാം കൂടി ചേർന്നിരിക്കുന്ന ബ്രഹ്മചൈതന്യത്തിന് ഓർമ്മിക്കണം. അതിനെ കാണാനുള്ളതാണ്, അതിനെ ഓർമ്മിക്കാനുള്ളതാണ് ഓം എന്ന പ്രതീകം. ഇത്രയും പറഞ്ഞു. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഓങ്കാര ഉപാസന. ഇനി ഇതിന് ശേഷം അടുത്ത ക്ലാസ് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. ഒരു സനാതന ധർമ്മത്തിലുള്ള വ്യക്തി എന്തൊക്കെ ചെയ്യണം, നമ്മളെ കയ്യിൽ നിന്ന് എന്തെല്ലാം വിട്ടുപോയി, വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. നമ്മുടെ ജീവിതചര്യയെക്കുറിച്ചാണ് ഇനി അങ്ങോട്ട് പറയുന്നത്. നമുക്ക് പലതും കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതിൻ്റെ കാരണങ്ങളും അതിനെക്കുറിച്ചൊക്കെ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇന്നേക്ക് ഇത്ര മതി. ഓം നമഃ ശിവായ.